ഇടക്കൊച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തോപ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടറേറ്റ് നൽകുവാൻ തീരുമാനിച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ഡോക്ടറേറ്റ് നൽകേണ്ട വിഷയത്തിന്റെ ഐച്ഛികത ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയുവാൻ കഴിയും, ഉമ്മൻചാണ്ടിക്ക് ഡോക്ടറേറ്റ് നൽകേണ്ട വിഷയം മനുഷ്യ സ്നേഹത്തെക്കുറിച്ചുള്ള വിഷയമായിരിക്കും ഉമ്മൻചാണ്ടിക്ക് ഒരു പഠന വിഷയമാക്കി നൽകുവാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വമില്ല. അത് അന്നും ഇന്നും എന്നും എന്ന് തന്നെയാണ് സാറിൻ്റെ ഒന്നാമത്തെ അനുസ്മരണ യോഗത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, സാറിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ഞാൻ വ്യക്തിയല്ല എന്ന്. ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ എടക്കൊച്ചി പ്രദേശവുമായി ഉമ്മൻചാണ്ടി സാറിന് ഒരു ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഏറ്റവും കൂടുതൽ പ്രായോഗിക തലത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് വിനിയോഗിച്ച മുഖ്യമന്ത്രിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അനുവദിക്കുന്ന തുക അത് ചിലപ്പോൾ 1 ലക്ഷമാകാം, 2 ലക്ഷമാകാം, 3 ലക്ഷമാകാം, ഏറ്റവും കൂടിയ തുക 5 ലക്ഷമായി മാറുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിന് മുഖ്യമന്ത്രി സ്വന്തം കയ്യൊപ്പ് ചാർത്തി നൽകുന്ന തുകയിലെ ഏറ്റവും വലിയ തുക ഏതാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അഭിലാഷിന് അറിയാൻ കഴിയുമായിരിക്കും. എടക്കൊച്ചി പ്രദേശത്ത് ബൈക്ക് യാത്രക്കിടയിൽ മരം വീണ് നട്ടലൊടിഞ്ഞുപോയ മിഥുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ പാലത്തിൻ്റെ ഇറക്കിൽ നമ്മുടെ മുൻ കൗൺസിലറായിട്ടുള്ള ജലജ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള മിഥുൻ്റെ ചികിത്സാ സഹായ നിധിക്ക് ഞാനന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് അതിൻ്റെ ഒരു കേസ് നടത്തുമ്പോൾ സാറിനെ കണ്ട് ആ പയ്യൻ്റെ വിശദാംശങ്ങൾ വിവരിച്ചപ്പോൾ മിഥുൻ്റെ ചെക്ക് 10 ലക്ഷം രൂപ എഴുതി നൽകിയത്, പിന്നീട് അതിക്ക് മുമ്പ് ഒരു 5 ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളായി 16 ലക്ഷം രൂപ ടോട്ടൽ ഉമ്മൻചാണ്ടി അനുവദിച്ചത് എടക്കൊച്ചി പ്രദേശത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഏറ്റവും വലിയ തുക വിനിയോഗിച്ച ഒരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഈ പ്രദേശത്ത് ജീവിക്കുന്നുണ്ട്. അനുസ്മരണ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിലുള്ള ആശ്വാസ ഭവനിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കൊച്ചി നഗരസഭാ കൗൺസിലർ ജീജ ടെൻസൻ, ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റുബല്ലോ, KS അമ്മിണിക്കുട്ടൻ, MK നരേന്ദ്രൻ, അഡ്വക്കേറ്റ് KP ശ്യാം, KJ റോബർട്ട്, PD സുരേഷ്, ജസ്റ്റിൻ കവലക്കൽ, സജന യേശുദാസ്, KV ലാസർ, KH ജേക്കബ്, ഡേവിഡ് ലിസൺ, വിജി സേവ്യർ, ബിജു അറക്കപ്പാടത്ത്, CL ശശീന്ദ്രൻ, TN സുബ്രഹ്മണ്യൻ, ഹസീന നജീബ്, രാജി രാജൻ, പെക്സൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം നടത്തിയിരുന്ന ഒട്ടേറെ ജനോപകാരപ്രദമായ പദ്ധതികളാണ് ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പോരുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ജനസമ്പർക്ക പരിപാടിയിൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ഞാൻ ഒട്ടേറെ പേർക്കാണ് അന്ന് കാരുണ്യ ചികിത്സാ പദ്ധതി വഴി നമുക്ക് ഒട്ടേറെ പേർക്ക് സൗജന്യ വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒരാൾ ഒരു വലിയ ചികിത്സ വേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ 5 പൈസ പോലും ലഭിക്കാൻ ഇടയില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരാൾക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി നമ്മൾ അപേക്ഷിച്ചാൽ ശസ്ത്രക്രിയ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഹോസ്പിറ്റൽ ഫണ്ടിലേക്ക് ആ കാശ് ക്രെഡിറ്റ് ആവുമായിരുന്നു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, ഇടക്കൊച്ചി.